ഹായ് ഓൾ, എല്ലാവർക്കും സ്മാർട്ട് പ്രപ്പ് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനാ ഇതര സ്ഥാപനങ്ങളും എന്താണെന്നും അതുപോലെ തന്നെ ഈ പറയുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങളും ഭരണഘടനാ ഇതര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് രൂപീകൃതമായിട്ടുള്ള വർഷം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത്, അതായത് ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ എന്തുള്ളൂ, ആർട്ടിക്കിൾ ഉള്ളൂ. അതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതിൽ എത്ര അംഗങ്ങളുണ്ട്, ഇവരുടെ കാലാവധി എത്രയാണ്, ആര് നിയമിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാം. ഒരു വലിയ ചാപ്റ്ററാണ്. പഠിക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് തോന്നും. കാരണം എന്താണ്, ഈ പറയുന്ന പോലെ ഇയറും എണ്ണവും ഒക്കെ പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതൊന്നും പേടിക്കണ്ട. പിന്നെ നിങ്ങൾ ഈ ടേബിൾ എന്താണെന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു ടേബിൾ ഇവിടെ ഇല്ല, നമ്മുടെ ചാപ്റ്ററിലില്ല. ഇത് ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ബുക്കിൽ നിന്ന് എടുത്തിട്ടും, അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് പഠിക്കാനും അല്ലെങ്കിൽ ഓർത്ത് വെക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ടേബിൾ അല്ല പഠിക്കുക. ആദ്യം നമ്മൾ ചാപ്റ്റർ ഓരോന്നും കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, റിവിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടേബിൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ ടേബിൾ എന്ത് ചെയ്യാം, നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പം ആദ്യം നമുക്ക് ചാപ്റ്റർ തുടങ്ങാം. ആദ്യം എന്താണ് ഭരണഘടനാ സ്ഥാപനം, ഭരണഘടനാ ഇതര സ്ഥാപനം എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ സംസ്ഥാപനത്തിനും അതിൻ്റെ സർവതല സ്പർശിയായ വ്യാപനത്തിനും വേണ്ടി ഭരണഘടനാനുസൃതം നിലവിൽ വന്ന പല സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. ഈ സ്ഥാപനങ്ങളെ നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങളെന്നും ഭരണഘടനാ ഇതര സ്ഥാപനങ്ങളെന്നും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതില് ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ, അതായത് 1950 ജനുവരി 26 അല്ലെ, ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഈ സ്ഥാപനങ്ങളുടെ അധികാരത്തിന്റെ ഉറവിടം, ഇവരെന്ത് ചെയ്യണം, എന്താണ് ഇവരുടെ അധികാരം എന്നുള്ളത് നിർവചിക്കുന്നത് ഭരണഘടന തന്നെയാണ്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ എന്ത് ചെയ്യാം, ഭരണഘടനയിൽ കാണാൻ പറ്റും. ഈ സ്ഥാപനങ്ങളുടെ അധികാരം, ഘടന എന്നിവയിലൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ എന്ത് വേണം, ഭരണഘടന ഭേദഗതി അനിവാര്യമാണ്. കാരണം എന്താ, ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ ഭരണഘടനയിൽ ഉള്ളത് കൊണ്ട്. എന്നാൽ ഭരണഘടന ഇതര സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് രൂപം കൊള്ളുന്നവയാണ് എന്ത്, ഭരണഘടനേതര സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇവയുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങളൊന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല, ഭരണഘടനയിൽ കാണാൻ പറ്റില്ല. പക്ഷെ പിന്നീട് ഇവയ്ക്ക് സാഹചര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട്, ഭരണഘടനാ പദവി ലഭിക്കാറുണ്ട്. ഇപ്പൊ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഭരണഘടനാ പദവി ലഭിച്ച ഭരണഘടനാ സ്ഥാപനമാണ് എന്ത്, പിന്നാക്ക വിഭാഗ കമ്മീഷൻ. അത് ലഭിച്ചത് അതിന് എപ്പോഴാണ്, 102ാം ഭേദഗതിയിലൂടെയാണ് ലഭിക്കുന്നത്. അപ്പം അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള. അപ്പൊ ഇത്തരത്തിൽ അതാത് കാലങ്ങളിൽ ആവശ്യം ഉണ്ടെങ്കിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, ഇവയ്ക്ക് ഭരണഘടനാ പദവിയൊക്കെ നൽകാറുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ടാണ്. നോക്കുക, നീതിപൂർവവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് സ്വതന്ത്രവും ആധികാരികവുമായ ഒരു സംവിധാനം ഉറപ്പായിട്ടും വേണം, അല്ലേ? കാരണം ജനാധിപത്യം നിലനിന്ന് പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ, നമ്മൾ കൃത്യമായിട്ട് ഇലക്ഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ഭരിക്കേണ്ടവരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ ഇലക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും നിഷ്പക്ഷമായിരിക്കണം. അപ്പോൾ ആ ഉത്തരവാദിത്തം ചെയ്യുന്ന സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണോ? ആണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി ആണ്. ഇനി ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരം 1950 ജനുവരി 25 ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പറയും? 324 പ്രകാരം എപ്പോഴാണ് നിലവിൽ വന്നത്? ഇങ്ങനെ പഠിച്ചാൽ മതി. റിപ്പബ്ലിക് ഡേന്റെ തൊട്ട് തലേ ദിവസമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായതെന്ന് പഠിക്കുക. 1950 ജനുവരി 25. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നതാണ്
നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? കാരണം നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഏകാംഗ കമ്മീഷനായിരുന്നു, ഒരൊറ്റ ഒരാളെ ഉള്ളായിരുന്നു. ആദ്യത്തെ നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ആരെന്ന് പറയുന്നത് സുകുമാർ സെൻ, ഒരൊറ്റ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതൊരു ബഹു അംഗ കമ്മീഷനാക്കി മാറ്റിയിട്ടുള്ളത്. നിലവിൽ എങ്ങനെയാണ്, ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരുമാണ്. ഇപ്പോഴത്തെ നിലവിലെ കമ്മീഷണറിലെ പുതുതായിട്ട് വന്നു 26th ഗ്യാനേഷ് കുമാർ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ടൊക്കെ അധികാരം ഏറ്റെടുത്തു. അപ്പോൾ നിങ്ങൾ അതും കൂടെ ചെയ്യണം. ഈ ഭരണഘടന സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദത്തിന്റെ ഒരു പട്ടിക തയ്യാറാക്കണം. അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ ആദ്യത്തെ അധ്യക്ഷന്മാരാരൊക്കെ, അതുപോലെ തന്നെ നിലവിലെ അധ്യക്ഷന്മാരാരൊക്കെ, ഇതൊരു പട്ടികയാക്കിയിട്ട് നിങ്ങൾ മാറ്റണം. ഇത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ വളരെ സുഖമാണ്. എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ടേബിൾ ആക്കിയിട്ട് ഗ്രൂപ്പിലിടാം. ഓക്കെ. രാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ നിയമിക്കുന്നത്. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ ആണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. ആരാണ് ഇവരെ നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ്. കാലാവധി എത്രയാണ്? 5 വർഷമല്ല, 6 വർഷമാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ, ഏതാണോ ആദ്യം അത്. ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ സാധിക്കൂ. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. അതെന്താണ്? അതായത് ഈ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇപ്പൊ സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ലോക്സഭാ ഇലക്ഷൻ നടക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തെ കാര്യങ്ങളും നോക്കാനുണ്ട്. അതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ സമയത്തൊക്കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓരോ സംസ്ഥാനങ്ങളിലും നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ആരെന്ന് പറയുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത്. ആരാണ്? ചീഫ് ഇലക്ടറൽ ഓഫീസർ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇപ്പൊ പണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പേരെഴുതിയിട്ട് നമ്മളിങ്ങനെ ഒരു ബോക്സിൽ കൊണ്ടിടുന്നതൊക്കെ. പക്ഷെ ഇപ്പം നമുക്കറിയാം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആണല്ലേ, നമ്മൾ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പം ഇതെപ്പോഴാണ് ആദ്യം ഉപയോഗിച്ചതെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ജനസംഖ്യ കൂടുതലായതുകൊണ്ട് അല്ലേ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് നമ്മൾ പിന്നീട് കാലാകാലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നത്. 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്. അപ്പം പഠിച്ചു വയ്ക്കുക, 1982 പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ EVM മെഷീൻ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് 543 മണ്ഡലങ്ങളിലും EVM ഉപയോഗിച്ചിട്ടുള്ളത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ് എന്നീ 2 യൂണിറ്റുകളാണുള്ളത്. സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ, അതായത് നമ്മൾ കുത്തിയ ആൾക്ക് തന്നെയാണോ കറക്റ്റ് കിട്ടിയത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനവും എന്ത് ചെയ്തിട്ടുണ്ട്, ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇംപീച്ച്മെന്റിലൂടെയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ പുറത്താക്കാൻ പറ്റുക നമ്മൾ പറഞ്ഞു. എന്താണ് ഇംപീച്ച്മെന്റ്? ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാപനങ്ങളിൽ നിന്നും പാർലമെന്ററി നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. അതായത് പാർലമെന്റിൽ ഇതിനെക്കുറിച്ചുള്ള പ്രമേയം അവതരിപ്പിക്കും, അത് എന്നിട്ട് പാസ്സാവണം. ഇങ്ങനെയാണ് ഇംപീച്ച്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് പഠിക്കണം. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം. അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് അല്ലെ, ആ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് മാത്രമേ നടത്തുന്നുള്ളൂ. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പും നടത്തുന്ന ആരാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും. പെരുമാറ്റച്ചട്ടം എന്ന് പറയുമ്പോൾ ഇവർ ഓരോ രാഷ്ട്രീയ പാർട്ടികളും എങ്ങനെയാണ്, ഏത് സമയത്താണ് ഈ പറയുന്ന പ്രചരണം നടത്തേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, പാടില്ല, ഇങ്ങനെയൊക്കെ തുടങ്ങി കുറേ കാര്യങ്ങളുണ്ട്. അതാണ് പെരുമാറ്റച്ചട്ടം. അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും.
അതുപോലെ തന്നെ ദേശീയ പാർട്ടി, സംസ്ഥാന പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും റെക്കഗ്നൈസ് ചെയ്യുന്നതും ആ പദവി കൊടുക്കുന്നൊക്കെ ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതിനൊക്കെ കുറച്ച് എന്തുണ്ട്, ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്കറിയാം ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ചിഹ്നമുണ്ട്. ഈ ചിഹ്നം അനുവദിക്കുന്നത് ആരാണ്? ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കുക, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുക, ഇതൊക്കെ ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനവും തർക്കങ്ങൾ പരിഹരിക്കലും, തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികൾ സ്വീകരിക്കലും. അതായത് ഓരോ കാൻഡിഡേറ്റും എത്ര പൈസയാണ് ചെലവാക്കാൻ പാടുള്ളത് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ചട്ടങ്ങളുണ്ട്. അതിൽ കൂടുതലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ചെലവാക്കാൻ പാടില്ല. അങ്ങനെ ചെലവാക്കി കഴിഞ്ഞാൽ കുറ്റകരമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയവ നിർവചിക്കുന്നതിനും വിപുലവും സങ്കീർണവുമായ തെരഞ്ഞെടുപ്പ് സംവിധാനം കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തമുള്ളതാക്കി മാറ്റുന്നതിനും സുസംഘടിതമായിട്ടുള്ള നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതായത് നമ്മുടെ ഭരണഘടനയിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരണത്തെക്കുറിച്ച് കൊടുത്തിരിക്കുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിൽ പല കാര്യങ്ങളെ പറ്റിയിട്ടും ഒരുപാട് വിശദീകരണങ്ങളില്ല. അപ്പം അതിനെക്കുറിച്ചൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പല പല നിയമങ്ങളിലായിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ടും ഈ രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയിട്ടും ഈ തെരഞ്ഞെടുപ്പിലുള്ള പെരുമാറ്റച്ചട്ടം അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അപ്പം ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എവിടേക്കാണ്? പിന്നീട് പാസ്സാക്കിയിട്ടുള്ള ജനപ്രാതിനിധ്യ നിയമത്തിലാണ് വിശദീകരിക്കുന്നത്. അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 327 വകുപ്പ് അനുസരിച്ചാണ് ഈ നിയമങ്ങൾ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത്. ഏത് നിയമങ്ങൾ? ജനപ്രാതിനിധ്യ നിയമങ്ങൾ. തിരഞ്ഞെടുപ്പ് പ്രക്രിയ വിശദമായി തന്നെ ഈ നിയമങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള എല്ലാ ചട്ടങ്ങളും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. അപ്പൊ നമ്മളിനി ആ നിയമങ്ങളാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, പാർലമെന്റിൽ ആദ്യം ജനപ്രാതിനിധ്യ നിയമം 1950 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 51 ഉണ്ട്. അപ്പൊ 50 എന്തൊക്കെയാണ് പറയുന്നത് കൃത്യമായിട്ട് പഠിക്കുക, 51 എന്തൊക്കെയാണ് പറയുന്നത് കൃത്യമായിട്ട് പഠിക്കുക. 50 കാര്യം നോക്കുക. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമമാണ് 1950 ജനപ്രാതിനിധ്യ നിയമം. അതായത് ഏറ്റവും ആദ്യ പ്രധാനം എന്താണ്? തെരഞ്ഞെടുപ്പ് നടത്തണ നിയോജക മണ്ഡലങ്ങൾ തീരുമാനിക്കേണ്ടേ അല്ലേ, അതുപോലെ വോട്ടർ പട്ടിക തയ്യാറാക്കണം, അതല്ല ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതാണ് ആദ്യത്തെ നിയമത്തിൽ പറയുന്നത്. എന്തൊക്കെ? പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുക, അതിന്റെ അതിർത്തി പുനർനിർണയിക്കുക, വോട്ടർ പട്ടിക തയ്യാറാക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്നത് എവിടെയാണ്? 1950 ജനപ്രാതിനിധ്യ നിയമത്തിലാണ്. എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. എന്താണ് ഏകാംഗ മണ്ഡലം? അതായത് ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരാൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? തെരഞ്ഞെടുക്കപ്പെടുള്ളൂ. എത്ര പേർക്ക് വേണമെങ്കിലും മത്സരിക്കാം, പക്ഷെ ഒരാൾ മാത്രമേ ജയിക്കുള്ളൂ. നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങളും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. എന്തൊക്കെയാണ്? നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ നിയമനം, വോട്ടർ പട്ടിക തയ്യാറാക്കലൊക്കെ എന്താണ്? ഈ നിയമത്തിലാണ് പറയുന്നത്. ഇനി 1951 ജനപ്രാതിനിധ്യ നിയമം നോക്കുക. ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണയിക്കുന്നതിനും, നമുക്കൊന്ന് കളർ മാറ്റാം, യോഗ്യതയും അയോഗ്യതയും നിർണയിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുമുള്ള നിയമമാണെന്ത്? 1951 ജനപ്രാതിനിധ്യ നിയമം. അപ്പൊ എന്താണ്? ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും മത്സരിക്കുന്ന ആളുകളുടെ എന്താണ്? അതിൽ തെരഞ്ഞെടുപ്പ്
അതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെയും യോഗ്യതയും അയോഗ്യതയും സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നതിനുള്ള വ്യവസ്ഥ എവിടെയാണ്? ജനപ്രാതിനിധ്യ നിയമം 1951 ഈ നിയമത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതകൾ, അതുപോലെ തന്നെ യോഗ്യതകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ, തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ, റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ ചുമതലകളും യോഗ്യതകളും ഈ നിയമത്തിൽ നിർവചിച്ചിരിക്കുന്നു. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും എന്താണ് പറയുന്നത്? ഇവരുടെയൊക്കെ യോഗ്യത അയോഗ്യതകളെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ എവിടെയാണ്? 1951 നിയമത്തിലാണ് പറയുന്നത്. എന്ത് ചെയ്യുക? ആലോചിക്കുക. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെ കുറിച്ചും ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. ഏതൊരു സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഈ രജിസ്റ്റേർഡ് പാർട്ടികളിൽ തന്നെ ചില പാർട്ടികൾക്ക് എന്ത് ചെയ്യും? ദേശീയ പാർട്ടി, സംസ്ഥാന പാർട്ടി എന്നൊക്കെ ഉള്ള പദവി കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള, അത് കിട്ടണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പാലിക്കപ്പെടണം, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിനെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെയാണ് പറയുന്നത്, ഈ ജനപ്രാതിനിധ്യ നിയമത്തിൽ തന്നെയാണ് പറയുന്നത്. അതുപോലെ തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും പറയുന്നത് ജനപ്രാതിനിധ്യം 1951 അപ്പൊ 50 ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിയോജക മണ്ഡലങ്ങൾ നിർണ്ണയിക്കുക, അത് പുനർനിർണ്ണയിക്കുക, വോട്ടർ പട്ടിക തയ്യാറാക്കുക, ഈ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് എവിടെയാ പറയുന്നത്? ജനപ്രാതിനിധ്യ നിയമം 1950 51 വരുമ്പോഴോ ഈ പറഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ യോഗ്യത സംബന്ധിച്ചും അയോഗ്യത സംബന്ധിച്ചും, അതുപോലെ തിരഞ്ഞെടുപ്പ് തർക്കങ്ങളെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ഈ രജിസ്റ്റർ രാഷ്ട്രീയ പാർട്ടികൾ രജിസ്റ്റർ ചെയ്യേണ്ടതിനെ കുറിച്ച്, പിന്നെ ഇവർക്ക് ദേശീയ പാർട്ടി, സംസ്ഥാന പാർട്ടി പദവി, ക്രൈറ്റീരിയാസ്, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ, ഇതൊക്കെ എവിടെയാണ്? ജനപ്രാതിനിധ്യ നിയമം 1951 പറയുന്നത്. ഇനി എന്നാണ് ദേശീയ സമ്മതിദായക ദിനം അല്ലെങ്കിൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനുവരി 25. എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? നമുക്കറിയാം 1950 ജനുവരി 25 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ആ ദിവസം തന്നെയാണ്, ആ ജനുവരി 25 നമ്മൾ എന്ത് ചെയ്യുന്നത്? വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. 2011 മുതലാണ് എന്ത് ചെയ്യുന്നത്? വോട്ടേഴ്സ് ഡേ ആയിട്ട് അല്ലെങ്കിൽ സമ്മതിദായക ദിനമായിട്ട് ആചരിച്ച് തുടങ്ങുന്നത്. ഇനി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് നോക്കാം. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാനതല തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുണ്ട്. 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നു. ഭരണഘടനയുടെ 243K, 243ZA എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് രൂപീകരിച്ചിട്ടുള്ളത്. 243K എന്ന് പറയുമ്പോൾ പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, 243ZA എന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഓക്കെ, അപ്പൊ 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പ് ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത ലഭിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും തുടങ്ങിയ ചുമതലകൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിർവഹിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും കമ്മീഷനാണ്. നമുക്കറിയാം ഈ പറയുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികളിലേക്കുള്ള സംവരണമുണ്ട്, സ്ത്രീ സംവരണം, അതുപോലെ SC/ST സംവരണം ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാ? 1993 ഡിസംബർ 3. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാ? 1950 ജനുവരി 25. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോ 1993 ഡിസംബർ 3. 1993 ഡിസംബർ 3. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ ആയിരുന്നു. ഇന്ന് നമ്മൾ ദേശീയ മനുഷ്യാവകാശ നിയമത്തെക്കുറിച്ചും മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അതായത് ഭരണഘടനേതര സ്ഥാപനമാണ്, ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. അപ്പം നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, എന്താണ്? അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. പിന്നെ ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 10. എപ്പോഴാണ്? ഡിസംബർ 10.
മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധമാണ്. നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് എന്ത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1993 ഒക്ടോബർ 12. അപ്പൊ ആദ്യം നിലവിൽ വന്നിട്ടുണ്ടാവുക എന്തായിരിക്കും? ദേശീയ മനുഷ്യാവകാശ നിയമമായിരിക്കും. നിയമം നിലവിൽ വന്ന് അതേ തുടർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമാകുന്നത്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമാകുന്നത് എപ്പോഴാണ്? 1993 ഒക്ടോബർ 12. ന്യൂഡൽഹിയാണ് കമ്മീഷന്റെ ആസ്ഥാനം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ്. ശ്രദ്ധിക്കണം, ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ. ഇതിവിടെ 2019 മനുഷ്യാവകാശ നിയമത്തിൽ ഒരു അമെൻമെന്റ് ഒക്കെ വരുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ക്വാളിഫിക്കേഷനിലെ ചേഞ്ച് ഒക്കെ വരുത്തുന്നത്. അപ്പൊ നമ്മൾ പഴയ SCRT ടെക്സ്റ്റ് ബുക്ക് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയതാണ് ഉണ്ടാവുക. അപ്പൊ നോക്കുക, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ഡേറ്റ് ചെയ്തിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1900, ഞാൻ ഇവിടെ സെപ്പറേറ്റ് ചെയ്ത പോയിന്റ് മാത്രം, 1993 ഒക്ടോബർ 12. ഡൽഹിയാണ് ആസ്ഥാനം. ടോട്ടൽ മെമ്പേഴ്സ് എത്രയാണ്? ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 പേരാണ്. ആരാ നിയമിക്കുന്നത്? പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത്. പിന്നെ ചെയർപേഴ്സന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ പിന്നെയോ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ഇനി മനുഷ്യാവകാശ നിയമം സെയിം വർഷം തന്നെയാണ്. പക്ഷെ എപ്പോഴാണ്? 1993 സെപ്റ്റംബർ 28 എന്ത് ചെയ്യുന്നത്? മനുഷ്യാവകാശ നിയമം വരുന്നത്. അപ്പം 1993 സെപ്റ്റംബർ 28 എന്ത് ചെയ്യുന്നു? മനുഷ്യാവകാശ നിയമം വരുന്നു. എന്നിട്ട് അടുത്ത മാസം അല്ലെ 1993 സെപ്റ്റംബർ അല്ല, ഒക്ടോബർ 12 അല്ലെ? ഒക്ടോബർ 12 അല്ലേ? ഒക്ടോബർ 12 എന്ത് ചെയ്യുന്നു? നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ഡേറ്റ് മാറിപ്പോവരുത്. 1993 സെപ്റ്റംബർ 28 എന്താണ്? നിയമമാണ് നിലവിൽ വരുന്നത്. 1993 ഒക്ടോബർ 12 എന്ത് ചെയ്യുന്നത്? കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇത് പ്രകാരമാണ് ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നത്. ഈ നിയമത്തിൽ മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവ നിർവചിച്ചിരിക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരണം, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം, നീക്കം ചെയ്യൽ, കാലാവധി, കമ്മീഷൻ പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ തുടങ്ങിയവയൊക്കെ ഈ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. കമ്മീഷന്റെ അന്വേഷണ നടപടിക്രമം, റിപ്പോർട്ട് സമർപ്പിക്കൽ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, പ്രവർത്തന അന്വേഷണ നടപടികൾ, ഇത്രയും കാര്യങ്ങളൊക്കെ എവിടെയുണ്ട്? ഈ മനുഷ്യാവകാശ നിയമത്തിലുണ്ട്. ഓക്കെ, ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ പഠിക്കണം. കാരണം എപ്പോഴും ചോദിക്കാറുണ്ട് ഈ കമ്മീഷന്റെ ചുമതലകൾ പെടുന്നത് ഏത്, പെടാത്തത് ഏത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതെന്ത് ചെയ്യുക? പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ് ചുമതലകള്? മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ എന്ത് ചെയ്യുക? അന്വേഷണം നടത്തുക. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക. ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. എന്താ അതിൻ്റെ ഉദ്ദേശം? അപ്പൊ തടവ് പുള്ളികളാണെങ്കിൽ പോലും അവരെന്താണ്? മനുഷ്യാവകാശങ്ങൾക്ക് അർഹരാണ്. അവരെ തടവ് പുള്ളികളാണെന്ന് വിചാരിച്ചിട്ട് അവർ അത്രയും നിഷ്ഠൂരമായിട്ട് അവരെ ദ്രോഹിക്കാനോ ഒന്നും പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ജയിലുകൾ സന്ദർശിച്ചിട്ട് എന്ത് ചെയ്യുക? അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിനെന്തെങ്കിലും പരിഷ്കരണ ശുപാർശകൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക. മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക.
നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് ഒരിക്കലും നേരിട്ട് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. അവർക്ക് ഈ പറയുന്ന ഗവൺമെന്റിനോട് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിനോടൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യണം എന്ന് ശുപാർശ ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക. ശിക്ഷാ നടപടികളൊന്നും നേരിട്ട് ചെയ്യാനൊന്നും എന്തില്ല, ഇവർക്ക് സാധിക്കില്ല. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1998 ഡിസംബർ 11 എപ്പോഴാണ്? 1998 ഡിസംബർ 11. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഇവിടെ മറന്നു പോകരുത്. എപ്പോഴാണ്? നാഷണൽ എപ്പോഴാണ്? നാഷണൽ എപ്പോഴാ? 1993 ഒക്ടോബർ 12. ഓക്കെ. ഇവിടെയോ സംസ്ഥാനം 1998 ഡിസംബർ 11 നിലവിൽ വന്നത്. ഇവിടെ ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളെ വരുന്നുള്ളൂ കേട്ടോ. ചെയർപേഴ്സൺ ഉൾപ്പെടെയാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. നമ്മൾ കേന്ദ്രത്തിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? അവിടെ സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയിലെ വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി. ഇവിടെ എന്താണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഇവിടെ ആരാ നിയമിക്കുന്ന? ഗവർണറാ. അവിടെ ആരാ? അവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെ അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. ഇനി നമ്മൾ ദേശീയ വനിതാ കമ്മീഷൻ ആണ് നോക്കാൻ പോകുന്നത്. ദേശീയ വനിതാ കമ്മീഷനും എന്ത് തന്നെയാണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി തന്നെയാണ്. സമൂഹത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും നടപടി ശുപാർശ ചെയ്യുകയുമാണ് ആരുടെ ചുമതല? ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതല. 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. എപ്പോഴാണ് വനിതാ കമ്മീഷൻ? 1992 ജനുവരി 31. 1992 ജനുവരി 31 എന്ത് ചെയ്യുന്നത്? ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമാകുന്നത്. ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് എന്ത്? വനിതാ കമ്മീഷൻ. എത്ര പേരാണ്? ഒരു ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ പ്ലസ് ഒരു മെമ്പർ സെക്രട്ടറിയും കൂടെ ചേരുന്നതാണ് വനിതാ കമ്മീഷൻ. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ആരാണ് നിയമിക്കുന്നത്? കേന്ദ്ര സർക്കാരാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ഓക്കെ. അപ്പൊ ഇതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് പഠിച്ചപ്പോഴത്തേക്കും തൊട്ട് മുമ്പ് പഠിച്ചതിന്റെ ഇയറും ആളുകളുടെ എണ്ണം ഒക്കെ മറന്നു പോയ പോലെ തോന്നുന്നുണ്ടാവും. അപ്പം ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അത് തന്നെയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം ചാപ്റ്റർ വായിച്ച് നല്ലോണം ഒന്ന് ക്ലിയർ ആയതിനു ശേഷം എന്ത് ചെയ്യുക? ഒരു ടേബിൾ ഉണ്ടാക്കുക. ഇങ്ങനെ എത്ര പേരാണ് ഓരോ ചെയർമാനും അംഗങ്ങൾ എത്രയാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ, ഇയറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒരു ടേബിൾ ആക്കി പഠിച്ചെങ്കിൽ മാത്രമേ ഇത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഇനി ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? മാർച്ച് 8 എന്ത്? അന്താരാഷ്ട്ര വനിതാ ദിനം. എന്നാണ്? മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുക, രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ എല്ലാത്തരം വിവേചനങ്ങൾക്കും അതീതമായി സ്ത്രീകളുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുക എന്നിവയാണ് ഈ ദിനാചരണത്തിലൂടെ ഐക്യരാഷ്ട്ര സംഘടന ലക്ഷ്യം വെക്കുന്നത്. ഇനി ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമനിർമ്മാണങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക, സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുക, പ്രശ്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക, സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിലെ നയരൂപീകരണത്തിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുക. ഓക്കെ. ഇനി 1961 സ്ത്രീധന നിരോധന നിയമവും 2005 ഗാർഹിക പീഡന നിരോധന നിയമവും, ഇത് രണ്ടും എന്ത് ചെയ്യണം? ഇയർ കാര്യങ്ങൾ പഠിക്കണം. എന്നാണ് 1961 സ്ത്രീധന നിരോധന നിയമം, ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. എപ്പോഴാണ്? 1961.
പാർലമെന്റ് 1961 ഈ നിയമം പാസ്സാക്കുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായോ മുൻധാരണകൾ പ്രകാരമോ നൽകുന്ന ധനത്തിനെയാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. അല്ലാതെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഈ ചോദിച്ചും പറഞ്ഞൊക്കെ വാങ്ങുന്ന സാധനമാണ്. അത് കൃത്യമായിട്ട് ആ ആക്ടിൽ പറയുന്നുണ്ട്. ഒരു നിശ്ചിത തുകയോ ആഭരണങ്ങളോ സ്വത്തോ കൊടുക്കാം എന്നുള്ള വാഗ്ദാനമാണ് ഒരാളെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നതെങ്കിൽ അതും സ്ത്രീധനമാണ്. സ്ത്രീധന നിയമപ്രകാരം സ്വീകരിക്കുന്നതും നൽകുന്നതും കുറ്റകരമാണ്. ഇനി ഗാർഹിക പീഡന നിരോധന നിയമം 2005. 2006 ഒക്ടോബർ 26 ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത്. ജീവിത പങ്കാളിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ജീവിത പങ്കാളിയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന് മാത്രമല്ല ബന്ധുക്കളിൽ നിന്നൊക്കെ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്ന് ഈ നിയമം എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷണം നൽകുന്നുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായ എല്ലാ അതിക്രമങ്ങളും ഗാർഹിക പീഡനത്തിന്റെ വിശാല നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് എന്തൊക്കെയുണ്ട്? സംരക്ഷണവും താമസവും സാമ്പത്തിക സമാശ്വാസ നടപടികളും ഈ നിയമം ഉറപ്പുവരുത്തുന്നു. ഇനി നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ കഴിഞ്ഞു. സംസ്ഥാന വനിതാ കമ്മീഷനാണ്. 1996 മാർച്ച് 14 സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകൃതമാകുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷൻ ഏതാ വർഷം? 96 മാർച്ച് 14 തിരുവനന്തപുരമാണ് ആസ്ഥാനം. ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? കവയിത്രി സുഗതകുമാരി ആയിരുന്നു. ഇത് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗങ്ങൾ എത്ര പേരാണ്? ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങൾ ചേർന്നതാണ്. 5 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. ഇനി ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാണ്. മതഭാഷ സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ആ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകൃതമായിട്ടുള്ളത്. 1993 മെയ് 17 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. എപ്പോഴാണ്? 1993 മെയ് 17. ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 5 അംഗങ്ങളും, അപ്പൊ ടോട്ടൽ എത്രയായി? 7 അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. പക്ഷെ ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ഇനി ചുമതലകൾ എന്തൊക്കെയാണ്? ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക, ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കുക, ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികൾക്കായി ശുപാർശകൾ നടത്തുകയും ചെയ്യുക, ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. അപ്പൊ ഈ ചുമതലകൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും? കണ്ടു കഴിഞ്ഞാൽ വേഗം മനസ്സിലാവും. ഓക്കെ, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണ് എന്നുണ്ടെങ്കിൽ 2013 നിലവിൽ വരുന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4. അപ്പൊ ടോട്ടൽ അംഗങ്ങളാണ് 4 എന്ന് പറയുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. 3 വർഷമാണ് കാലാവധി എന്ന് പറയുന്നത്. പിന്നെ ഈ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമായി നടപടികൾ ശുപാർശ ചെയ്യുന്നതും സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണ്. ഇനി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനാണ്. ഈ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുന്നത് മുൻപ് ഒന്നിച്ചായിരുന്നു. പിന്നീട് 2004 എന്ത് ചെയ്യുന്നത്? ഈ 2 കമ്മീഷനുകൾക്കും ഭരണഘടനാ പദവി ലഭിക്കുന്നതും സെപ്പറേറ്റ് ആവുന്നത്. ഇപ്പം SC കമ്മീഷൻ വേറെ, ST കമ്മീഷൻ വേറെ. പക്ഷെ 2 പേരുടെയും നിയമനവും കാലാവധിയും അംഗങ്ങളുടെ എണ്ണം എല്ലാം എന്താണ്? ഒരുപോലെ. നമ്മൾ പറയില്ല, ഒരമ്മ പെറ്റ മക്കൾ എന്ന് പറയുന്ന പോലെയാണ്. 2004 2 കമ്മീഷനുകളും നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റു 3 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. അപ്പൊ എത്രയായി? ടോട്ടൽ 5. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989. പട്ടികജാതി പട്ടികവർഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക, ഇത്തരം കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, ഇവരുടെ സ്വാസ്ഥ്യത്തിനും പുനരധിവാസത്തിനും നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടെ നിലവിൽ വന്നിട്ടുള്ള നിയമമാണെന്ത്? പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം. അപ്പം ഈ പ്രത്യേക കോടതികൾ എടുത്തു പറയാൻ കാരണം ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. ഈ 1989 പട്ടികജാതി പട്ടികവർഗ നിയമത്തിൽ പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം എന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്കിത് അറിയെങ്കിലല്ലേ
എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ മിക്കവാറും ഇങ്ങനത്തെയൊക്കെ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. 1989 എന്ത് ചെയ്യുന്നത്, ഈ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വരുന്നത്. ഈ നിയമം പട്ടിക വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും നിയമലംഘനങ്ങളും എന്തെന്നും കുറ്റക്കാർക്കുള്ള ശിക്ഷാ നടപടികൾ എന്തെല്ലാമാണെന്നും ഇവരുടെ പുനരധിവാസം എങ്ങനെയായിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു. ഇനി ചുമതലകൾ നോക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക, പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് വിലയിരുത്തുക. ഇനി സംസ്ഥാന പട്ടിക ഗോത്രവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. കേരളത്തിലെ പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവൽക്കരിക്കപ്പെട്ട സ്ഥാപനമാണ് കേരള പട്ടികജാതി പട്ടികവർഗ ഗോത്ര കമ്മീഷൻ. ചെയർപേഴ്സണും മറ്റ് 2 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഗവർണറാണ് ഇവരെ നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. എത്രയാണ്? 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. ഇനി പിന്നാക്ക വിഭാഗ കമ്മീഷൻ, നാഷണൽ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം തന്നെയാണ്. പിന്നാക്ക വിഭാഗങ്ങളുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനും അതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കമ്മീഷൻ ഉള്ളത്. 1993 എന്ത് ചെയ്യുന്നത്, ഈ കമ്മീഷൻ രൂപീകൃതമാവുന്നതെങ്കിലും 2018 എന്ത് ചെയ്യുന്നത്, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിക്കുന്നത്. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഭരണഘടനാ പദവി ലഭിച്ച ഭരണഘടനാ സ്ഥാപനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനാണ്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും, ഇപ്പൊ ടോട്ടൽ 5 അംഗങ്ങൾ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. രാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ നിയമിക്കുന്നത്. എത്ര കാലാവധി? 3 വർഷമാണ് കാലാവധി. ഇനി ചുമതലകളിൽ നമ്മൾ വീണ്ടും വായിക്കണമെന്നില്ല, ഏറെക്കുറെ സെയിം ആണ്. ആകെ ആരാണോ ഉദ്ദേശിക്കുന്ന ആ കമ്മീഷൻ, ആ ഒരു ടേം മാത്രം അവിടെ മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക, പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനുമുള്ള ശുപാർശകൾ നൽകുക, പിന്നാക്ക പദവി സംബന്ധിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക, പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഇനി കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ 1993 നിലവിൽ വന്നത്. 3 വർഷമാണ് ഔദ്യോഗിക കാലാവധി. പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ പരിഗണിച്ച് പ്രസ്തുത ജനവിഭാഗങ്ങളെ സംവരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നത് കമ്മീഷന്റെ ചുമതലയിൽ പെടുന്നു. ഇനി നമ്മൾ ഏകദേശം കഴിഞ്ഞു. ആകെ കുറച്ച് കാര്യം ഇനി പറയാനുള്ളൂ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 320 പ്രകാരമാണ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് പറയുന്നെങ്കിലും ശരിക്കും ഫോർമേഷനെ കുറിച്ചിട്ട് ഈ പറയുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചിട്ടും അതുപോലെ സ്റ്റേറ്റുകൾക്കായിട്ട് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കണം എന്നൊക്കെ പറയുന്ന 315 320 ഇവരുടെ ഫങ്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ചെയർപേഴ്സണും 10 അംഗങ്ങളുമാണ് എന്ത് ചെയ്യുന്നത് കമ്മീഷനിൽ ഉള്ളത്. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. 6 വർഷമോ 65 വയസ്സോ ആണ് എന്ത് ചെയ്യുന്നത് അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കുള്ള നിയമനങ്ങൾ നടത്തുന്ന ആരാണ്? UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. കേന്ദ്ര സർക്കാരിന്റെ സേവനങ്ങളിലേക്ക് നിയമനത്തിനായി പരീക്ഷകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് കമ്മീഷന്റെ മുഖ്യ ചുമതല. പിന്നെ സംസ്ഥാനങ്ങൾക്കായിട്ടാണ് എന്തുള്ളത്? PSC ഉള്ളത്. നമുക്ക് കേരള PSC ഉണ്ട്.
പിന്നെ 51 പിന്നെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് വീണ്ടും പറയുന്നു എന്നേ ഉള്ളൂ, ഞാൻ വീണ്ടും വായിക്കുന്നില്ല. 51, 52 കാലഘട്ടം മുതലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടക്കുന്നത് ഇന്ത്യയിൽ എപ്പോഴാണ്, അതായത് ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത് എപ്പോഴാണ്, 51, 52 വർഷങ്ങളിലായിട്ടാണ്. ലാസ്റ്റ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും കൂടെ പറഞ്ഞിട്ട് നമ്മുടെ ചാപ്റ്റർ കഴിയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ടേബിള് ഡിസ്കസ് ചെയ്യും. ഈ ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 2007 മാർച്ച് 5-നാണ് എന്ത് ചെയ്തത്, കമ്മീഷൻ നിലവിൽ വന്നത്. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളും, അപ്പൊ എത്രയായി, ടോട്ടൽ 7 അംഗങ്ങളാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിചരണം, ക്ഷേമം, നീതി തുടങ്ങിയവ കമ്മീഷന്റെ ലക്ഷ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോഴത്തെ ഇങ്ങനെ കുറെ കിളികളൊക്കെ പറക്കും. കാരണം കൺഫ്യൂഷൻ ആവാനും മനസ്സിലാവാത്ത പ്രശ്നമൊന്നുമല്ല. പിന്നെ എന്താണ്, കുറേ വർഷവും ആളുകളുടെ എണ്ണമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും, നമുക്കിങ്ങനെ തോന്നും നമ്മളൊന്നും പഠിച്ചത് ഇങ്ങോട്ട് റെഡി ആയില്ല, നമുക്കിത് ഓർമ്മയിൽ നിൽക്കുമെന്ന്. അപ്പോൾ അത് നമുക്ക് ടേബിള് ഒന്ന് റിവിഷൻ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അത് റെഡി ആവും. ഓക്കെ, നമുക്ക് ടേബിള് നോക്കാം. ഇനി നമ്മൾ ഇത്രയും നേരം ടെക്സ്റ്റ് ബുക്കിൽ നമ്മളിങ്ങനെ പഠിച്ച കമ്മീഷനുകളും അത് ഏത് തരത്തിലുള്ള സ്ഥാപനമാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ടേബിളാക്കി പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടേബിളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കുറച്ച് അഡീഷണൽ കാര്യങ്ങളും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കുക, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ളത് നമുക്ക് അറിയാം അല്ലേ, അറിയാം. 1950 ജനുവരി 25-നാണ് നിലവിൽ വരുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ +2, അപ്പൊ ടോട്ടൽ എത്ര പേരായി, 3 അംഗങ്ങളായി, 3 അംഗങ്ങളാണ്. ഔദ്യോഗിക കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അനുച്ഛേദം 324 പ്രകാരം. ഇനി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുക, ഭരണഘടനാ സ്ഥാപനം തന്നെയാണ്. 1993 ഡിസംബർ 3-നാണ് എന്ത് ചെയ്യുന്നത്, രൂപീകൃതമാകുന്നത്. പിന്നെ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണുള്ളത്. അഡീഷണൽ മെമ്പേഴ്സിന് എന്ത് ചെയ്യാം, നിയമിക്കാം വേണമെങ്കിൽ. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് എന്ത്, കാലാവധി. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിലോ അത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നാണ് കേട്ടോ. അപ്പൊ ആ ഒരു മാറിപ്പോവരുത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്, ഗവർണർ ആണ്. ഇവിടെ 2 ആർട്ടിക്കിൾ വരുന്നുണ്ട്, 243K-യും 243ZA-യും. അതില് 243K പറയുന്നത് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെന്ന് പറയുന്നു. 243ZA എന്താ പറയുന്നത്, ഈ നഗരപാലിക സംവിധാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആര് നടത്തണം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തണം എന്ന് പറയുന്നു. അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഒരേ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏതാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പൊ പഞ്ചായത്ത് നഗരപാലിക സംവിധാനങ്ങൾ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അതാണ് ആ 2 ആർട്ടിക്കിൾ വരുന്നത്, 243K-യും 243ZA-യും. ഇനി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനൊക്കെ ഭരണഘടനാ സ്ഥാപനമാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ 1926 ഒക്ടോബർ 1-നാണ് നിലവിൽ വരുന്നത്. ചെയർപേഴ്സണും 10 അംഗങ്ങളെന്ന് പറയുമ്പോൾ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്രയാണ്, 11 അംഗങ്ങളാണ് വരുന്നത്. ഇവിടെ 6 വർഷം പ്ലസ് അല്ലെങ്കിൽ 65 വയസ്സ്, ഏതാണോ ആദ്യം അങ്ങനെയാട്ടോ, 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. രാഷ്ട്രപതി തന്നെയാണ് നിയമിക്കുന്നത്. ആർട്ടിക്കിൾ 315 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനൊക്കെ രൂപീകൃതമാവുന്നത്. 320 എന്താണ്, ഫങ്ഷൻസ് ആണ് പറയുന്നത്, ഇതിന്റെ ധർമ്മങ്ങളാണ് പറയുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ 320 പ്രകാരം രൂപീകൃതമായി എന്നാണ് ഉള്ളത്. അപ്പൊ അതൊന്ന് എന്ത് ചെയ്യാൻ നോക്കുക. 320 ഫങ്ഷൻസ് ആണ്. 315 ആണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഫോർമേഷനെ കുറിച്ചിട്ട് പറയുന്നത്. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആണെങ്കിൽ 1956 നവംബർ 1-ആണ്. അതുപോലെ തന്നെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഭരണഘടനയിൽ സ്പെസിഫൈ ചെയ്യുന്നില്ല, ഗവർണർക്ക് തീരുമാനിക്കാം എന്നാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ് കാലാവധി, ഗവർണറാണ് നിയമിക്കുന്നത്. ആർട്ടിക്കിൾ സെയിം തന്നെയാണ് നമ്മൾ പറഞ്ഞു. ഇനി ദേശീയ പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും ഒക്കെ എന്താണ്, അതുപോലെ പിന്നാക്ക വിഭാഗ കമ്മീഷനൊക്കെ എന്താണ്, ഭരണഘടനാ സ്ഥാപനമാണ്. 1993 രൂപീകൃതമായതാണ് ഇത്, പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും.
കമ്മീഷനും. പക്ഷേ രണ്ടിനും 2004 എന്ത് ചെയ്യുന്നത് ഭരണഘടനാ പദവി ലഭിക്കുന്നത്. ഇവരടുത്ത് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. എല്ലാം ഒരുപോലെയാണ്, ഒരമ്മ പെറ്റ മക്കൾ എന്ന് പറയുന്ന പോലെയാണ്. ചെയർപേഴ്സണ്, വൈസ് ചെയർപേഴ്സണ് 3 അംഗങ്ങൾ. അപ്പോൾ അത്ര ടോട്ടൽ എത്രയായി? 5 പേരായി. 3 വർഷം രാഷ്ട്രപതി നിയമിക്കും. ആർട്ടിക്കിൾ 338 338. ഇനി പട്ടിക വർഗ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ST കമ്മീഷൻ, ഭരണഘടനാ സ്ഥാപനം തന്നെ 93 എന്ത് ചെയ്യുന്നു? രൂപീകൃതമാവുന്നു. 2004 ഭരണഘടനാ പദവി ലഭിക്കുന്നു. എത്രയായിരിക്കും കാലാവധി? 3 വർഷം തന്നെയാണ്. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ 3 അംഗങ്ങൾ. ടോട്ടൽ എത്രയായി? 5 പേരായി. രാഷ്ട്രപതി നിയമിക്കുന്നു. ആർട്ടിക്കിൾ ശ്രദ്ധിക്കുക, ഇവിടെ 338A ആണ്. പട്ടിക ജാതി SC കമ്മീഷൻ ആണ് 338 തന്നെ. പട്ടിക വർഗം ST ആണെങ്കിൽ 338A ആണ്. ഇനി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനും 93 തന്നെയാണ് രൂപീകൃതമാവുന്നത്. പക്ഷേ 2018 എന്ത് ചെയ്യുന്നത്? ഭരണഘടനാ പദവി ലഭിക്കുന്നത്. അംഗങ്ങളുടെ എണ്ണം സെയിം തന്നെയാണ്. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ പ്ലസ് 3 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ടോട്ടൽ 5. 3 വർഷം കാലാവധി, രാഷ്ട്രപതി നിയമിക്കുന്നു. ആർട്ടിക്കിൾ 338B, അത് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ എന്നല്ലേ അതിന്റെ ഇംഗ്ലീഷ്. അപ്പൊ B എന്നുള്ളത് അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി പറയുന്നത് നമ്മൾ ഭരണഘടനേതര സ്ഥാപനങ്ങൾ, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനേതര സ്ഥാപനമാണ്. 1993 ഒക്ടോബർ 12 എന്ത് ചെയ്യുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ചെയർപേഴ്സൺ പ്ലസ് 5 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ 6 ടോട്ടൽ എത്രയാണ്? ചെയർപേഴ്സൺ ഉൾപ്പെടെ ചോദിച്ചു കഴിഞ്ഞാൽ 6, ചെയർപേഴ്സൺ കൂടാതെ ചോദിച്ചു കഴിഞ്ഞാൽ 5. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കാലാവധി എന്ന് പറയുന്നത്. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. പിന്നെ നമുക്കറിയാം സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാനില്ല? ആർട്ടിക്കിൾ പറയാനില്ല. ഭരണഘടനയിൽ അതിനെക്കുറിച്ച് നമുക്ക് സ്പെസിഫൈ ചെയ്ത് ആർട്ടിക്കിൾ വെച്ച് നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് ഭരണഘടനാ സ്ഥാപനം അല്ലാതായി മാറുന്നത്. ഓക്കെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഭരണഘടനേതര സ്ഥാപനമാണ്. 1998 ഡിസംബർ 11 നിലവിൽ വരുന്നത്. ചെയർപേഴ്സൺ 2 അംഗങ്ങൾ. അപ്പൊ ടോട്ടൽ എത്രയാ? 3 അംഗങ്ങളാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കാലാവധി. ഗവർണറാണ് നിയമിക്കുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ 92 ജനുവരി 31 നിലവിൽ വരുന്നു. ചെയർപേഴ്സൺ പ്ലസ് 5 അംഗങ്ങൾ, ടോട്ടൽ 6 പേരാണ്. 3 വർഷമാണ് കാലാവധി. കേന്ദ്ര സർക്കാരാണ് നിയമിക്കുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടനേതര സ്ഥാപനമാണ്. 1996 മാർച്ച് 14 നിലവിൽ വരുന്നു. ചെയർപേഴ്സൺ പ്ലസ് 4 അംഗങ്ങൾ, 5 വർഷം കാലാവധി. നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇനി ദേശീയ ബാലാവകാശ കമ്മീഷൻ, നമ്മൾ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് പറയുന്നത് ദേശീയ ബാലാവകാശ കമ്മീഷൻ ആണ്. ഇതൊരു ഭരണഘടനേതര സ്ഥാപനമാണ്. 2007 മാർച്ച് 5 നിലവിൽ വരുന്നത്. ഒരു ചെയർപേഴ്സൺ, 6 അംഗങ്ങൾ, 3 വർഷം കാലാവധി. കേന്ദ്ര സർക്കാരാണ് എന്ത് ചെയ്യുന്നത്? കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. ഇനി ന്യൂനപക്ഷ കമ്മീഷൻ ഒരു ഭരണഘടനേതര സ്ഥാപനമാണ്. 93 മെയ് 17 എന്ത് ചെയ്യുന്നത്? രൂപീകൃതമാവുന്നത്. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ 5 അംഗങ്ങൾ, 3 വർഷം കാലാവധി. രാഷ്ട്രപതി നിയമിക്കും. ഇനി കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ ആണെങ്കിൽ ഒരു ഭരണഘടനേതര സ്ഥാപനമാണ്. 93 എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. ചെയർമാൻ ഉണ്ട് അല്ലെ. പിന്നെ 3 വർഷം കാലാവധി. സംസ്ഥാന സർക്കാരാണ് എന്ത് ചെയ്യുന്നത്? നിയമിക്കുന്നത്. അപ്പം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണ്. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ടേബിളായിട്ട് പറയാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ചാപ്റ്റർ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ടേബിള് പഠിക്കാം. പിന്നെ ഇനി ഇത്രയും ഫാക്ട്സ് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും എറേഴ്സ് നിങ്ങൾ ഇനി ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കുന്ന സമയത്ത് കാണുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. കഴിയുന്നതും പ്രൂഫ് ചെക്ക് ചെയ്ത് അത്രയും നോക്കിയിട്ടുണ്ട്. കാരണം കുറേ നമ്മൾ ഫാക്ട്സ് വരുമ്പോൾ അറിയാലോ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വന്നു പോകും. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ ഈ ഒരു ടേബിൾ എന്ത് ചെയ്യാം, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ഒക്കെ ഓൾറെഡി ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതും എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, ഇതേ പേര് തന്നെ അടിച്ചു നോക്കിയാൽ മതി. ടെലഗ്രാം ഗ്രൂപ്പ് ഇനി കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് സ്മാർട്ട് പ്രപ്പ് PSC എന്ന് അടിച്ചു നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഓക്കെ.